ദ കാസ്ക് ഓഫ് അമോണ്ടിയാഡോ എഴുതിയിട്ടുള്ളത് എഡ്ഗാർ അലൻ പോ ആണ്. അദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററാണ്. ഹൊറർ, മിസ്റ്ററി, ഡിറ്റക്റ്റീവ് ഫിക്ഷൻ പോലെയുള്ള ജോൺറേസിലാണ് കൂടുതൽ അദ്ദേഹം വർക്ക് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ജോൺറേസ് ഷെയ്പ്പ് ചെയ്യാനായിട്ട് വലിയൊരു റോള് വഹിച്ച ഒരു വ്യക്തി കൂടിയാണ് അലൻ പോ. ഓക്കെ, ഇദ്ദേഹത്തിൻ്റെ ബർത്ത് ഡീറ്റെയിൽസ് നോക്കാനാണെങ്കിൽ ജനുവരി 19, 1809 ബോസ്റ്റണിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. ഇദ്ദേഹം ആ അമേരിക്കൻ ലിറ്റററി ഹിസ്റ്ററിയിലെ തന്നെ വളരെ വൺ ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ ആൻഡ് സെലിബ്രേറ്റഡ് ഓതേഴ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പിന്നെ ഇദ്ദേഹത്തിൻ്റെ ചൈൽഡ്ഹുഡിലേക്ക് നോക്കുകയാണെങ്കിൽ വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു ചൈൽഡ്ഹുഡായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇദ്ദേഹത്തിൻ്റെ ഫാമിലി ഉപേക്ഷിച്ച് പോവുകയാണ് ഉണ്ടായത്. പിന്നെ നമ്മുടെ പോക്ക് 3 വയസ്സായപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അമ്മ മരിക്കുന്നത്. അതിനുശേഷം ഇദ്ദേഹത്തെ ഓഫനായതിനു ശേഷം ജോൺ അലൻ എന്ന് പറഞ്ഞ ഒരു വെൽതി ബിസിനസ്മാൻ ആണ് എടുത്തു വളർത്തുന്നത്. പിന്നീട് ഇദ്ദേഹത്തിന് നല്ല എഡ്യൂക്കേഷനൊക്കെ ആക്സസ് കിട്ടി. ഒരുപാട് എന്താ പറയുക, ഏലിയനേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് ആ പുതിയൊരു ഫാമിലിയിലേക്ക് പോയപ്പോൾ ഫീൽ ചെയ്തിരുന്നു. അതിൻ്റെ ചില പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ലൈഫിലുണ്ടായിരുന്നു. അതിനുശേഷം ഇദ്ദേഹം റൈറ്റിങ്ങിനോട് വളരെയധികം പാഷൻ വരികയും വളരെ ചെറിയ ഏജിൽ തന്നെ ലാംഗ്വേജിലും ലിറ്ററേച്ചറിലും ഒക്കെ ഇദ്ദേഹം വളരെയധികം അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് തെളിയിച്ചു. അതിനുശേഷം യൂണിവേഴ്സിറ്റി ഓഫ് വെർജീനിയയിലായിരുന്നു അദ്ദേഹം പഠിച്ചിരുന്നത്. ഫിനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ് കാരണം 1 വർഷത്തിന് ശേഷം അദ്ദേഹത്തിന് ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വന്നു. പിന്നീട് മിലിറ്ററി സർവീസിൽ ജോയിൻ ചെയ്തു. അതിനുശേഷം അവിടെ നിന്നാണ് അദ്ദേഹം സെൽഫ് പബ്ലിഷ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയട്രി കളക്ഷൻ. അതിൻ്റെ പേരാണ് ടാമർലൈൻ ആൻഡ് അതർ പോംസ് എന്ന് പറയുന്നത്. സോ ഇത് 1827 അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പോയട്രി കളക്ഷൻ ഉള്ളത്, ഓർത്തിരിക്കുക. ഇനി അദ്ദേഹത്തിൻ്റെ ലൈഫിൽ മുഴുവൻ ഒരുപാട് പേഴ്സണൽ ഇഷ്യൂസ് ഫേസ് ചെയ്തൊരു വ്യക്തിയാണ് പോ. സോ ഈ പോവിൻ്റെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലുള്ളതാണ് പോവേർട്ടി, ആൽക്കഹോളിസം, ഡെത്ത് ഓഫ് ലവ്ഡ് വൺസ് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ സ്ട്രഗിൾസ് അദ്ദേഹം ഫേസ് ചെയ്തിരുന്നു. പിന്നെ ഇദ്ദേഹം വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു റൈറ്ററാണ്. അതായത് ഇത്രയൊക്കെ ഒബ്സ്റ്റക്കിൾസ് ലൈഫിൽ ഉണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ ആ ഒരു കഴിവിനോട് അത്രയും, ആ ഒരു കലയോട് അത്രയും കമ്മിറ്റഡ് ആയിട്ട് നിന്നിരുന്നു. അതുപോലെ തന്നെ ഒരുപാട് റിമാർക്കബിൾ കളക്ഷൻസ് അദ്ദേഹം നമ്മുടെ ഈ ഒരു അല്ലെങ്കിൽ ലിറ്ററേച്ചറിന് വേണ്ടി സമർപ്പിച്ചു എന്നുള്ളതാണ് പറയാനുള്ളത്. ഇദ്ദേഹത്തിൻ്റെ റൈറ്റിംഗ് സ്റ്റൈൽ എന്ന് പറയുന്നത്, ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത തന്നെ ഈ എഡ്ഗാർ അലൻ പോവിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത് തന്നെ വളരെ ഡാർക്ക് മിസ്റ്റീരിയസ് തീംസ് ആയിരിക്കും, കോംപ്ലക്സ് പ്ലോട്ടുകളായിരിക്കും. പിന്നെ വിവിഡ് ഓഫൻ എറി ഇമേജറി ആയിരിക്കും അതിലുണ്ടായിരിക്കുക. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിലധികവും മാഡ്നസ്, ഗിൽറ്റ്, സൂപ്പർ നാച്ചുറൽ, അതേപോലെ ഹ്യൂമൻ സൈക്കിനെ കുറിച്ച് ഒരു ഡീപ്പ് ഇൻസൈറ്റ് തരുന്ന രീതിയിലുള്ള അങ്ങനത്തെ തീംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ അധികവും ഉണ്ടാവുക. പിന്നെ കുറച്ച് നോട്ടബിൾ വർക്ക്സ് ആണ് ദ ഫാൾ ഓഫ് ദ ഹൗസ് ഓഫ് അഷർ, ദ ടെൽ ടെയിൽ ഹാർട്ട്, ദ മർഡറേഴ്സ് ഇൻ ദ റൂ മോക്ക് എന്നിങ്ങനെ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മോഡേൺ ഡിറ്റക്റ്റീവ് സ്റ്റോറി ക്രിയേറ്റ് ചെയ്ത ആൾ എന്നുള്ളൊരു ക്രെഡിറ്റും കൂടെ നമ്മുടെ എഡ്ഗാർ അലൻ പോയ്ക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറായ അഗസ്റ്റി ഡ്യൂപ്പിൻ എന്ന് പറയുന്ന ഒരു ഡിറ്റക്റ്റീവ് ഉണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ ഈ ക്യാരക്ടറൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ഈ ക്യാരക്ടറായിരുന്നു പിന്നീട് ഉണ്ടായ പല ഡിറ്റക്റ്റീവ് ഫിക്ഷനിലെയും ക്യാരക്ടേഴ്സിന് ഒരു റോൾ മോഡലായി നിന്ന ഒരു ക്യാരക്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ ആർതർ കോണൻ ഡോയിൽ, ഫേമസ് ആയിട്ടുള്ള ഷെർലോക്ക് ഹോംസിൻ്റെ ക്രിയേറ്ററാണ്. അപ്പോൾ അതിനൊക്കെ ഒരു ഇൻഫ്ലുവൻസ് കിട്ടുന്നത് എവിടെയാണ്? നമ്മുടെ എഡ്ഗാർ അലൻ പോൻ്റെ വർക്കിൽ നിന്നാണെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും, ഇത്രയൊക്കെ എഴുത്തിൽ കഴിവുള്ള ആളാണെങ്കിലും ഫൈനാൻഷ്യലി ഇദ്ദേഹം വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു. ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ലിവിങ് ഇദ്ദേഹത്തിന് ഏൺ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇദ്ദേഹം എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ലിറ്റററി ക്രിട്ടിക്കായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും ഈ ദാരിദ്ര്യം എന്നുള്ളത് ഇദ്ദേഹത്തിന് ഫേസ് ചെയ്യേണ്ടി വന്ന വലിയൊരു ചാലഞ്ചായിരുന്നു. അങ്ങനെ 40-ാം വയസ്സിലാണ് അണ്ടർ മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസസ് ഇദ്ദേഹം മരണപ്പെടുന്നത്. ഇപ്പോഴും എന്താണ് അതിന് പിന്നിലുള്ള മിസ്റ്ററി അല്ലെങ്കിൽ കാര്യം എന്താണെന്നുള്ളത് ആർക്കും മനസ്സിലായിട്ടില്ല. ഒക്ടോബർ 7, 1849 ഇദ്ദേഹത്തെ വളരെ ഡെലീരിയസ് ആയിട്ടാണ് ബാൾട്ടിമോറിൻ്റെ തെരുവുകളിലൊക്കെ കാണപ്പെട്ടത്. അതിനൊരു 4 ദിവസം ശേഷം ഇദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്തത്. എന്താണ് മരണകാരണം എന്നുള്ളത് ആർക്കും അറിയില്ല. അത് സ്റ്റിൽ ഡിബേറ്റഡ് ആണ് എന്നുള്ളതാണ്. ആ സമയത്ത് അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തെ അധികം ഒന്നും റെക്കഗ്നൈസ് ചെയ്തില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ വർക്ക്സ് ആണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന് വലിയ റെസ്പെക്റ്റും പോപ്പുലാരിറ്റിയും എല്ലാം നൽകിയത് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ കാസ്ക് ഓഫ് അമോണ്ടിയാഡോനെ കുറിച്ച് പറയാനാണെങ്കിൽ, ഇത് ആദ്യം പബ്ലിഷ് ചെയ്യുന്നത് ഗോഡേസ് ലേഡീസ് ബുക്ക് എന്ന് പറയുന്ന ഒരു ബുക്കിലാണ് ഇത് ഫസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. 1846 ഇനി നമുക്കിതിൻ്റെ സമ്മറിയിലേക്ക് പോവാം. ദ കാസ്ക് ഓഫ് അമോണ്ടിയാഡോ എന്ന് പറയുന്നത് വളരെ ഡാർക്ക് ആയിട്ടുള്ള ഒരു സസ്പെൻസ്ഫുൾ ഷോർട്ട് സ്റ്റോറിയാണ്. ഇത് എഴുതിയിട്ടുള്ളത് എഡ്ഗാർ അലൻ പോ. എഡ്ഗാർ അലൻ പോനെ കുറിച്ച് പറയണ്ടല്ലോ, അദ്ദേഹം ഹൊറർ ആൻഡ് സൈക്കോളജിക്കൽ ഫിക്ഷനിൽ മാസ്റ്ററി നേടിയ ഒരു വ്യക്തിയാണ്. സോ
അത്രയും അടിപൊളിയായിട്ടുള്ള ഒരു ഡാർക്ക് ആൻഡ് സസ്പെൻസ്ഫുൾ ഷോർട്ട് സ്റ്റോറിയാണ് നമ്മുടെ കാസ്ക് ഓഫ് അമോണ്ടിയാഡോ. ഇതിൻ്റെ സെറ്റിംഗ് എന്ന് പറയുന്നത് യൂറോപ്പിലെ ഒരു പേരറിയാത്ത ഒരു സിറ്റിയാണ്. അവിടെ കാർണിവൽ സീസണിൻ്റെ സമയത്ത് ഫുൾ ഓഫ് ഫെസ്റ്റിവിറ്റിയും കുറേ ബഹളങ്ങളും എല്ലാമുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. ഇവിടെ ഒരു കോൾഡ് ബ്ലഡഡ് റിവെഞ്ചാണ് ഇതിൽ പറയാൻ പോകുന്നത്. നമ്മുടെ മോൺട്രസോർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്, ഫോർച്യുനാറ്റോ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട്. മോൺട്രസോർ ആണ് ഇതിൻ്റെ നരേറ്റർ. ഇദ്ദേഹമാണ് റിവെഞ്ച് ഉള്ളിൽ വെച്ച് നടക്കുന്നത്. ഫോർച്യുനാറ്റോ ആണ് ഇദ്ദേഹം ഹിസ് അൺസസ്പെക്റ്റിംഗ് വിക്ടിം. അതുപോലെ ഇദ്ദേഹം ഒരു വൈൻ കൊനസോറാണ്, പിന്നെ ഒരു അക്വൈൻറ്റൻസ് ആണ്. എന്തൊക്കെയാണ് പറയുന്നത് വെച്ചാൽ വൈൻ കൊനസോർ എന്ന് വെച്ചാൽ വൈനിനെ കുറിച്ചൊക്കെ നല്ല ആധികാരികമായിട്ട് അറിയുന്നത്. ആധികാരികമായിട്ട് അറിയാൻ വെച്ചാൽ നല്ല ഗ്രേപ്പ് വെറൈറ്റി ഏതാണ്, എങ്ങനെയാണ് ആ വൈൻ ഉണ്ടാക്കേണ്ട സ്പെഷ്യൽ ടെക്നിക്കുകൾ ഏതൊക്കെയാണ്, അതിൻ്റെ എന്താ പറയുക കാലാവസ്ഥയ്ക്ക് അല്ലെങ്കിൽ വെതറിനനുസരിച്ചിട്ടാണല്ലോ ഇതൊക്കെ നിൽക്കുന്നത്. പിന്നെ അതിൻ്റെ വിൻറ്റേജ് എത്രത്തോളം പഴക്കമുണ്ട്, എത്രത്തോളം പഴക്കം ചെന്നാലായിരിക്കും നന്നാവുക. അപ്പോൾ അങ്ങനെ വൈനിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയുന്ന ആൾക്കാരാണ് നമ്മൾ വൈൻ കൊനസോർ എന്ന് പറയുന്നത്. സോ അദ്ദേഹം ഒരു വൈൻ കൊനസോർ ആയിരുന്നു, പിന്നെ ഒരു അക്വൈൻറ്റൻസ് കൂടെയാണ്. ഇനി ഇവിടെ മോൺട്രസോറിൻ്റെ മോട്ടിവേഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ സ്റ്റോറി തുടങ്ങുന്നത്. അദ്ദേഹം കൺഫെസ് ചെയ്യാണ് എന്താണ് ഈ ഒരു റിവെഞ്ചിനുള്ള ആഗ്രഹം എന്നുള്ളത്. ഇദ്ദേഹം ആദ്യം പറയുന്നുണ്ട് ഹി ഹാവ് ടോളറേറ്റഡ് 1000 ഇഞ്ചുറീസ് ഫ്രം ഫോർച്യുനാറ്റോ എന്ന് പറയുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്നുണ്ടായ ഒരു ഇൻസൾട്ടാണ് ഈ ഒരു വെഞ്ചൻസിന് കാരണം എന്നുള്ളത്. ആ കോട്ടാണ് ദ 1000 ഇഞ്ചുറീസ് ഓഫ് ഫോർച്യുനാറ്റോ ഐ ഹാഡ് ബോൺ ആസ് ഐ ബെസ്റ്റ് കുഡ് ബട്ട് വെൻ ഹി വെഞ്ചർഡ് അപ്പോൺ ഇൻസൾട്ട് ഐ വോട്ട് റിവെഞ്ച് എന്നാണ് പറയുന്നത്. അതായത് ഒരുപാട് ഇഞ്ചുറീസ് ആയാലും എനിക്ക് വരുത്തിയിട്ടുണ്ട്, പക്ഷേ ഈ ഇൻസൾട്ടാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്, അതിനാണ് ഞാനിപ്പോൾ റിവെഞ്ച് എടുക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. മോൺട്രസോറിൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കെയർഫുള്ളി കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ പ്ലാനൊക്കെ സെറ്റാക്കിയിട്ടുള്ളത്. ഒരാളും അദ്ദേഹത്തെ സസ്പെക്റ്റ് ചെയ്യാനും പാടില്ല, ഇദ്ദേഹത്തെ ആരും ശിക്ഷിക്കാനും പാടില്ല. ഇനി നമുക്ക് ഈ ഫോർച്യുനാറ്റോനെ എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് നോക്കാം. ഫോർച്യുനാറ്റോ വളരെയധികം അഭിമാനിയാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു വൈൻ എക്സ്പെർട്ടൈസിൽ, വൈനിൻ്റെ കാര്യത്തിലുള്ള അറിവിൽ. അപ്പോൾ ഒരു റെയർ വൈനായിട്ടുള്ള അമോണ്ടിയാഡോ ഉപയോഗിച്ചാണ് നമ്മുടെ ഫോർച്യുനാറ്റോനെ മോൺട്രസോർ ട്രാപ്പ് ചെയ്യുന്നത്. മോൺട്രസോർ അപ്പം എന്താ ചെയ്യുന്നത്, ഇങ്ങനെ അഭിനയിക്കുകയാണ്. ഫോർച്യുനാറ്റോൻ്റെ ഒരഭിപ്രായം വേണം ഈ വൈൻ്റെ ഒത്തൻറ്റിസിറ്റി എത്രത്തോളമാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, എന്നിട്ട് ഇയാളുടെ ഈ ഒരു അറിവിനെയും അഹങ്കാരത്തെയൊക്കെ ആര് ചൂഷണം ചെയ്യാണ്, മോൺട്രസോർ ചൂഷണം ചെയ്യാണ്. അപ്പോൾ ഫോർച്യുനാറ്റോനെ കൊണ്ട് ഈ ഒരു അമോണ്ടിയാഡോ ടേസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് നമ്മുടെ മോൺട്രസോർ പണിത ഒരു വലിയൊരു പണിയാണ് അദ്ദേഹത്തിൻ്റെ ഈഗോ അല്ലെങ്കിൽ വീക്ക്നെസ്സിൽ കയറി പണി കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഫോർച്യുനാറ്റോ ഭയങ്കര അഹങ്കാരിയാണ്, അഭിമാനിയാണ് അദ്ദേഹത്തിൻ്റെ വൈൻ എക്സ്പെർട്ടൈസിൽ. അതുകൊണ്ട് തന്നെ ആ വീക്ക്നെസ്സിൽ കയറി പിടിച്ചാൽ അദ്ദേഹത്തിന് ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മോൺട്രസോറിന് അറിയാമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ മോൺട്രസോർ എന്ത് ചെയ്തു, നിനക്ക് വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലുക്രിസി എന്ന് പറയുന്ന വേറൊരു വൈൻ എക്സ്പേർട്ട് ഉണ്ട്, അയാളെ വിളിക്കാം എന്നാണ് പറഞ്ഞത്. അത് ഫോർച്യുനാറ്റോൻ്റെ പ്രൈഡിനെ പ്രൊവോക്ക് ചെയ്തു. അപ്പോൾ ഫോർച്യുനാറ്റോ എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും എന്തൊക്കെയാണെങ്കിലും അന്ന് അദ്ദേഹം അവിടെ എത്തിയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഈഗോയിൽ തട്ടിയ ആ ഒരു ഇതിൽ നമ്മുടെ ഈ റെയർ അമോണ്ടിയാഡോ ടേസ്റ്റ് ചെയ്യാനായിട്ട് ഫോർച്യുനാറ്റോ എന്ത് ചെയ്യാം, എഗ്രി ചെയ്യാണ്. ഞാൻ മോൺട്രസോറിൻ്റെ അടുത്തേക്ക് വരാം, അവരുടെ കാറ്റക്കോമ്പിലേക്ക് വരാം എന്ന് പറഞ്ഞു. കാറ്റക്കോമ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈൻ ഉണ്ടാക്കാനൊക്കെ ആയിട്ട് അണ്ടർഗ്രൗണ്ടിലേക്കുള്ള ഒരു വീടൊക്കെ പോലെ കണ്ടിട്ടില്ലേ, വീടല്ല ഒരു ഏരിയ പോലെ ബറിയലിനൊക്കെ വെക്കുന്ന ആ ഒരു ഏരിയ, അതിനെയാണ് നമ്മൾ കാറ്റക്കോംബ് എന്ന് പറയുന്നത്. സോ അവിടേക്ക് വരാമെന്ന് ഇയാൾ പറയുകയാണ്. അങ്ങനെ വളരെ പൊളൈറ്റായിട്ടും വളരെ കൺസേൺഡ് ആയിട്ടൊക്കെയാണ് നമ്മുടെ മോൺട്രസോർ ഈ ഫോർച്യുനാറ്റോനെ കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ ഫ്രണ്ട്ലിനെസ്സും പൊളൈറ്റ്നെസ്സും ഒക്കെ കാണിച്ചുകൊണ്ട് ഇയാളുടെ ഉള്ളിലുള്ളത് വേറെ ചില ഉദ്ദേശങ്ങളാണ്, ദുരുദ്ദേശങ്ങളാണ്. അപ്പോൾ നമ്മുടെ ഈ കാറ്റക്കോംസ് എന്ന് പറയുന്നത് ഈ വൈന് മാത്രം എടുത്തു വെക്കാനുള്ളതല്ല കേട്ടോ, ഈ ബറിയലിനും കൂടെ ഉപയോഗിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെയാണെങ്കിൽ ഫുള്ള് ഈ ബോണ്, അതേപോലെ വൈൻ ബാരലുകൾ, അങ്ങനെ വളരെ ഡാർക്ക് ആൻഡ് സ്കെയറി ആയിട്ടുള്ള ഒരു സെറ്റിംഗ് ആണ് കാറ്റക്കോംബ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ വളരെ ഡാർക്ക്, കോൾഡ്, ക്രീപ്പി ആയിട്ടുള്ള ഒരു സ്പേസ് ആണ്. അത് നമ്മുടെ ഈ ഒരു സീനിനെ അല്ലെങ്കിൽ സ്റ്റോറിയെ കൂടുതൽ ഡേഞ്ചറസ് ആൻഡ് സ്പൂക്കി ഫീലിംഗ് തരുന്നുണ്ട്. അവിടെ പറയുന്ന ലൈൻ ഇങ്ങനെയാണ് അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്: വി ഹാഡ് പാസ്ഡ് ത്രൂ വാൾസ് ഓഫ് പൈൽ ബോൺസ് വിത്ത് കാസ്ക് ആൻഡ് പഞ്ചിയൻസ് ഇന്റർമിംഗ്ലിംഗ് ഇൻ ടു ദ ഇൻമോസ്റ്റ് റിസസസ് ഓഫ് ദ കാറ്റക്കോംസ് എന്നുള്ളത്. അത് ആ ഒരു സെറ്റിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ലൈനാണ്. അങ്ങനെ ഫോർച്യുനാറ്റോ എന്ത് ചെയ്യാണ്, ഡ്രങ്ക് ആവുകയാണ്. അദ്ദേഹം ഒരുപാട് ആ ഒരു വൈൻ കുടിച്ചു, എന്നിട്ട് നല്ലോണം ഡ്രങ്ക് ആയ പോലെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത് കാരണം ഇയാൾക്ക് അറിയുന്നില്ല ഇയാൾ ഡേഞ്ചറിലാണ് എന്നുള്ളത്. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ മോൺട്രസോറിനെ പിന്നെയും ഫോളോ ചെയ്ത് വീണ്ടും വീണ്ടും ഡീപ്പിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് താഴത്താണല്ലോ ഉണ്ടാവുക, അപ്പോൾ അത്രയും വീണ്ടും വീണ്ടും താഴേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. അങ്ങനെ മോൺട്രസോർ ആണെങ്കിലോ കെയർ ചെയ്യുന്ന പോലെ പ്രിറ്റൻഡ് ചെയ്യണം, അഭിനയിക്കുകയാണ്. മോൺട്രസോർ പറയുന്നുണ്ട്, നമുക്ക് തിരിച്ച് മേലേക്ക് പോവാം, നിങ്ങൾക്ക് ചിലപ്പോൾ വയ്യാതെയാവും. എന്നാൽ ഇയാൾ എന്ത് ചെയ്യുന്നില്ല, അത് ആക്ച്വലി കെയർ ചെയ്യുന്നില്ല.
ഇത് ജസ്റ്റ് ആ ഫോർട്ടുനാറ്റോനെ വീണ്ടും വീണ്ടും മുന്നിലേക്ക് നടത്താൻ വേണ്ടിയിട്ട് ഒരു വെറും വാക്ക് പോലെ പറയുന്നതാണ്. അങ്ങനെ ഏറ്റവും അടിയിൽ ആ കാറ്റക്കോമ്പിൻ്റെ ആ അടിയിലെത്തിയപ്പോൾ മോൺട്രസോർ എന്ത് ചെയ്തു, പെട്ടെന്ന് തന്നെ ഫോർട്ടുനാറ്റോനെ വോളിൻ്റെ അവിടേക്ക് ഈ ചങ്ങല വെച്ച് കെട്ടിയിടുകയാണ്. ഫോർട്ടുനാറ്റോ ആണെങ്കിൽ ഇപ്പോഴും നല്ല ഡ്രങ്കായിട്ട് ബോധമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ ഇതൊരു തമാശയാണെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് ഫോർട്ടുനാറ്റോ. അദ്ദേഹത്തിന് എന്താ സംഭവിക്കുന്നതെന്ന് പോലും അറിയുന്നില്ല, അത്രത്തോളം ഡ്രങ്കാണ്. അങ്ങനെ മോൺട്രസോർ എന്ത് ചെയ്യാണ്, ഈ അമോണ്ടിയാഡോനെ കുറിച്ച് പറയുന്ന പോലെ അഭിനയിക്കുകയാണ്, പ്രിറ്റൻഡ് ചെയ്യാണ്. പക്ഷേ അദ്ദേഹം അതിന് പകരം എന്ത് ചെയ്യുന്നു, ആ സ്റ്റോണും സിമെൻറ്റും ഇതെല്ലാം മാറ്റുകയാണ്. അതായത് ഒരു കൂട്ടം എല്ലുകൾ അവിടെ കൂടിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയിലായിട്ട് കുറേ സ്റ്റോണ് സിമെൻ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ നമ്മുടെ മോൺട്രസോർ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീൻ അവിടെ കാണിച്ചിട്ടുള്ളത്. അതിനുശേഷം ഫോർട്ടുനാറ്റോനെ ജീവനോടെ കുഴിച്ചിടുകയാണ് നമ്മുടെ മോൺട്രസോർ. അതായത് അദ്ദേഹം ഒരു ബ്രിക്ക് വോൾ ഇങ്ങനെ ബിൽഡ് ചെയ്തു ഫോർട്ടുനാറ്റോൻ്റെ മുമ്പിൽ. എന്നിട്ട് അദ്ദേഹത്തിന് അതിൻ്റെ പിന്നിൽ എന്ത് ചെയ്യാണ്, ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഹൊറിഫൈങ് മൊമെൻ്റ് ഉണ്ടല്ലോ, ഈ ഒരു ഹൊറിഫൈങ് മൊമെൻ്റാണ് ഈ കഥയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. ഇതാണ് ഏറ്റവും ഇൻറ്റൻസ് ആയിട്ടുള്ള ഒരു പാർട്ട് കേട്ടോ ഈ സ്റ്റോറിയുടെ. അങ്ങനെ ഫോർട്ടുനാറ്റോനെ വാളിൻ്റെ ഉള്ളിൽ സീൽ ചെയ്ത് വെച്ചു. ഇൻ പേസ് റിക്വിസ്കാറ്റ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ മോൺട്രസോർ. അതിൻ്റെ അർത്ഥം മേ ഹി റെസ്റ്റ് ഇൻ പീസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ വേർഡ്സ് വളരെ കോൾഡും ചില്ലിങ്ങുമാണ്. അതായത് എത്രയോ കാമായിട്ടാണ് നമ്മുടെ മോൺട്രസോർ എന്ത് ചെയ്യുന്നത്, ഒരു കൊലപാതകം നടത്തുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയുടെ ഒരു തീം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ റിവെഞ്ച് ഉണ്ട്, ട്രിക്കറി ഉണ്ട്, പിന്നെ ഹ്യൂമൻ മൈൻഡിൻ്റെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ട്. അപ്പോൾ ഏതൊരളവ് വരെയാണ് ഒരു മനുഷ്യന് പോവാൻ കഴിയുന്നത് അയാളുടെ ഉള്ളിൽ വെറുപ്പ്, വിദ്വേഷമൊക്കെ നിറഞ്ഞാൽ എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രൈഡ് എന്ന് പറയുന്ന അഹങ്കാരം എത്രത്തോളം ഡേഞ്ചറസ് ആണ്, അതുപോലെ മാനിപ്പുലേഷൻ, ഇതൊക്കെ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെയാണ് നമുക്ക് ഈ സ്റ്റോറിയിൽ കാണിച്ചു തരുന്നത്. അനാലിസിസ് നോക്കാം. കാസ്ക് ഓഫ് അമോണ്ടിയാഡോ എഡ്ഗർ അലൻ പോ എഴുതിയിട്ടുള്ളത് ഫുൾ ഓഫ് ഒരു ഡാർക്ക് ആൻഡ് സസ്പെൻസ്ഫുൾ തീമിലാണ്. അപ്പോൾ ഇവിടെ ഒരു ക്രീപ്പി ആയിട്ടുള്ള സ്റ്റോറിയാണ്, വളരെ ടെൻസ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. മനുഷ്യൻ്റെ ഡാർക്ക് ഹ്യൂമൻ ഇമോഷൻസിനെയാണ് ഇവിടെ കാണിച്ചു തരുന്നത്. ഏറ്റവും കൂടുതൽ ക്ലോസ്ലി ഇത് വീക്ഷിക്കുന്നത് റിവെഞ്ച്, സൈക്കോളജി, മോറൽ ക്വസ്റ്റ്യൻസ് എന്നീ കാര്യങ്ങളെയാണ്. ഇവിടെ റിവെഞ്ച് ആണ് ഒരു മെയിൻ തീം. മോൺട്രസോറിന് ഫോർച്ചുനാറ്റോനെ പണിഷ് ചെയ്യണം, അല്ലെങ്കിൽ റിവെഞ്ച് എടുക്കണം. എന്താണ് ഇൻസൾട്ട് എന്നുള്ളത് ഇവിടെ അൺനോൺ ആണ്. അപ്പോൾ ഇത് റീഡേഴ്സിനെ കുറിച്ച് കൊണ്ട് ചിന്തിപ്പിക്കുന്നത് എന്താ, ശരിക്കും റിവെഞ്ച് എന്ന് പറയുന്ന കാര്യം ഒരു ശരിയായ കാര്യമാണോ, അതോ ഇത് എത്രത്തോളം ഒരു മനുഷ്യന് ക്രൂവലാവാൻ പറ്റും എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണോ റിവെഞ്ച് എന്നുള്ളത് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉയർത്തുന്ന ഒരു ചോദ്യം. അതുപോലെ തന്നെ സ്ട്രോങ് ഇമോഷൻസ് ആയിട്ടുള്ള ആങ്കർ, പ്രൈഡ് പോലെയുള്ള ഇമോഷൻസ് മനുഷ്യരെ കൊണ്ട് ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കും എന്നുള്ളതും കൂടെ നമുക്ക് കാണിച്ചു തരുന്നു. അതേപോലെ തന്നെ ഇവിടെ എങ്ങനെയാണ് അത് കാണിച്ചു തരുന്നത്, മോൺട്രസോർ എന്ത് ചെയ്യുന്നു, വളരെ കൂർമ്മ ബുദ്ധിയിൽ വളരെ ഹൊറിഫൈങ് ആയിട്ടുള്ള ഒരു റിവെഞ്ച് ആക്ടിവിറ്റിയാണ് ഇവിടെ പ്ലാൻ ചെയ്യുന്നത്. എന്നിട്ട് എത്രത്തോളം എക്സ്റ്റെൻഡ് വരെ ഒരാൾക്ക് പോകാൻ പറ്റും, അയാൾക്കൊരു ഇൻസൾട്ട് ഉണ്ടായാലോ എന്തെങ്കിലും ഒരു തെറ്റ് അയാൾക്ക് തോന്നിയാലോ അയാൾ എത്രത്തോളം എക്സ്റ്റെൻഡ് വരെ പോകും എന്നുള്ളതും ഇവിടെ കാണിച്ചു തരുന്നു. അതുപോലെ തന്നെ ഇവിടെ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത് മോൺട്രസോർ തന്നെയാണ്, ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അതുപോലെ തന്നെ ഇതെന്ത് ചെയ്യുന്നു, റീഡേഴ്സിനെ അയാൾ എങ്ങനെയാണ് ചിന്തിക്കുന്നത്, അയാൾക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ വേർഷൻ ഓഫ് ഇവൻറ്റ്സ് ആണ് കാണുന്നത് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ പറയുന്നത് മോൺട്രസോറിൻ്റെ സൈഡ് മാത്രമാണ് നമ്മൾ കേട്ടത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറയുന്നത് മുഴുവൻ സത്യമാണോ അല്ലേ ഒന്നും നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിൻ്റെ മെൻ്റൽ സ്റ്റേറ്റ് എന്തായാലും അൺക്ലിയർ ആണ്. കാരണം അയാൾ എന്തൊക്കെയോ ചിലപ്പോൾ നുണകൾ പറയുന്നതായിരിക്കാം, ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിരിക്കാം, ചിലപ്പോൾ അയാൾ ഇൻസെയിൻ ആയിരിക്കാം, അല്ലേ, മാനസികമായിട്ട് സ്ഥിരതയില്ലാത്തൊരു വ്യക്തിയായിരിക്കാം. അപ്പോൾ ഈ സ്റ്റോറി കംപ്ലീറ്റ്ലി ഒരു കൂടുതൽ മിസ്റ്റീരിയസ് ആയിട്ടും ഡീപ്പായിട്ടുമാണ് പോകുന്നത് നമ്മൾ ആ സ്റ്റോറിയെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും തോറും. അതുപോലെ തന്നെ നറേറ്റർ എന്ത് ചെയ്യുന്നു, നമുക്ക് ട്രസ്റ്റ് വേർത്തി അല്ല, ചിലപ്പോൾ മേ ബി ഹി ഈസ് നോട്ട് ട്രസ്റ്റ് വേർത്തി, അങ്ങനെ നമുക്ക് ഗസ് ചെയ്യാം. കാരണം എന്താണ് ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നില്ല. ഫോർട്ടുനാറ്റോനെ ഗിൽറ്റി ആണെന്ന് പറയാൻ എന്താണ് കാരണം, അയാൾ ചെയ്ത തെറ്റെന്താ, അല്ലെങ്കിൽ എന്ത് ഇൻസൾട്ടാണ് ഉണ്ടായത് എന്നൊന്നും പറയുന്നില്ല. ശരിക്കും മോൺട്രസോർ ആണോ മാഡ്മാൻ എന്നുള്ളത്, ഇതൊക്കെ ഇങ്ങനെ ഇത്രയുമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ഒരു കോൾഡ് ബ്ലഡഡ് മേർഡർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇയാൾ അത്രയും വെഞ്ച്ഫുൾ ആ ഒരു റിവെഞ്ചൊക്കെ ഇയാളുടെ മനസ്സിൽ കയറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ
അതിന് തക്ക സംഭവം എന്താണ് അവിടെ നടന്നത് എന്നൊന്നും ഇവിടെ പറയുന്നില്ല. സോ അങ്ങനെയൊക്കെ കുറേ കൺഫ്യൂഷൻസിലാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറി നിൽക്കുന്നത്. ഇവിടെ സ്റ്റോറി സെറ്റ് ചെയ്യുന്നത് ഒരു കാർണിവൽ നടക്കുന്ന സമയത്താണ്. കാർണിവൽ എന്ന് പറഞ്ഞാൽ എന്താ, യൂഷ്വലി ഫുൾ ഓഫ് ഫൺ ആൻഡ് സെലിബ്രേഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ചിയർഫുൾ സെറ്റിംഗ് എന്ത് ചെയ്യുന്നു, വളരെയധികം നമ്മുടെ ഈ ഒരു കഥയുടെ തീമുമായിട്ട് കോൺട്രാസ്റ്റ് ചെയ്യുന്നത് കാണാം. കഥയിൽ കൂടുതൽ ഡാർക്ക് സ്കാരി ഇവൻറ്റ്സ് ആണുള്ളത്, എന്നാൽ കാർണിവൽ എന്ന് പറയുന്നത് ഒരു ഫൺ അല്ലെങ്കിൽ സെലിബ്രേഷൻ നിറഞ്ഞ ഒരു മൂഡാണ്. അതുപോലെ തന്നെ ഈ കാർണിവൽ കാണിക്കുന്നത് എങ്ങനെയാണ് മനുഷ്യർ മുഖം മൂടി അണിഞ്ഞ് നടക്കുന്നത്, അവരുടെ റിയാലിറ്റി അവർ ഹൈഡ് ചെയ്ത് നല്ല സന്തോഷത്തിൻ്റെയും നന്മയുടെയും ഒക്കെ മുഖംമൂടി അണിഞ്ഞ് നടക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത് കാണിക്കാൻ കൂടെയാണ്. ജസ്റ്റ് ലൈക്ക് നമ്മുടെ ഈ മോൺട്രസോർ അദ്ദേഹത്തിൻ്റെ റിവെഞ്ചിനുള്ള പ്ലാന് ഹൈഡ് ചെയ്ത് നല്ല പോലെ പെരുമാറുന്നു, അത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാർണിവൽ എന്ന് പറഞ്ഞ ഒരു സെറ്റിങ് യൂസ് ചെയ്തു എന്ന് പറയാം. അതുപോലെ തന്നെ ഇവിടെ സിംബോളിസം ഓഫ് മാസ്ക്സ് ആൻഡ് ഡിസ്ഗൈസ്. ഇവിടെ കാർണിവൽ 2 ഫേസ്ഡ് നേച്ചറാണ് കാണിക്കുന്നത്, അതായത് മനുഷ്യരുടെ 2 മുഖങ്ങളുള്ള സ്വഭാവം കാണിക്കുന്നു. അതുപോലെ തന്നെ എല്ലാവരും പുറത്ത് ഹാപ്പിയായി തോന്നുമെങ്കിലും എല്ലാവരുടെ ഉള്ളിലും ഹിഡൻ ആയിട്ടുള്ള ഇൻറ്റൻഷൻസും സീക്രറ്റ്സും ഉണ്ട് എന്നും നമുക്ക് പറഞ്ഞു തരുന്നു. അതുപോലെ തന്നെ എങ്ങനെയാണ് മോൺട്രസോർ മറ്റുള്ളവരുടെ മുന്നിൽ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്നത് വൈൽ പ്ലാനിങ് ടു കിൽ ഫോർട്ടുനാറ്റോനെ കൊല്ലാൻ നോക്കുമ്പോൾ എങ്ങനെയാണ് ഇങ്ങനെ പ്രിട്ടൻഡ് ചെയ്ത് നിൽക്കുന്നത് എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ സസ്പെൻസ് സ്ലോലി ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നു. അതായത് ഇവിടെ നമ്മൾ ആ കാറ്റക്കോംസിൻ്റെ ഉള്ളിലേക്ക് ഡീപ്പറായിട്ട് പോകും തോറും നമ്മൾ കൂടുതൽ സസ്പെൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു ടെൻഷൻ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ മോൺട്രസോർ ഫോർട്ടുനാറ്റോ ഒരുമിച്ച് അങ്ങനെ പോകും തോറും. അതുപോലെ തന്നെ ചില സ്മോൾ ഹിൻസൊക്കെ നമുക്ക് കാണാം, എന്തൊക്കെയോ ടെറിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ഒരേ സമയം നമ്മുടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നില്ല. അത് റീഡേഴ്സിനെ എപ്പോഴും പല സ്ഥലത്തും ചിന്തിപ്പിക്കാനും നെർവസ് ആക്കി ടെൻസ്ഡ് ആക്കി നിർത്താനും വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. അത് ഈ സ്റ്റോറീനെ കൂടുതൽ എക്സൈറ്റിങ്ങും സ്കെയറിയുമാക്കി മാറ്റുന്നു. ഇവിടെ മോൺട്രസോർ വളരെ കാമായിട്ടും കെയർഫുൾ ആയിട്ടുമാണ് അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് നടത്തുന്നത്. ഒരു തരത്തിലുള്ള ഗിൽറ്റോ സോറോയോ ഒരു തരത്തിലുള്ള കുറ്റബോധമോ ഒന്നും ഇയാൾക്ക് തോന്നുന്നില്ല. അത് കണ്ടാൽ തന്നെ നമുക്ക് തോന്നുന്നത് എന്താ, ഇയാൾ എത്രത്തോളം ക്രൂവലും ഹാർട്ട്ലെസ് ആണെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് തോന്നും എന്തിനാണ് ഈ റിവെഞ്ച്, ഇതുകൊണ്ടുള്ള ഈസ് ദിസ് റിവെഞ്ച് വേർത്ത് എന്നുള്ളത് തോന്നും. അതുപോലെ തന്നെ ഒരു പേഴ്സൻ്റെ സോളിനോട്, ഒരു മനുഷ്യനോട് സ്വയം ആ ഒരു റിവെഞ്ച് എന്താണ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങും. അതുപോലെ തന്നെ ഈ ഒരു കഥ നമുക്ക് പറഞ്ഞു തരുന്നത് എങ്ങനെയാണ് 2 പേരും, മീൻസ് റിവെഞ്ച് ഉള്ള ആളും ആ റിവെഞ്ച് ആരുടെ മേലാണോ തീർക്കുന്ന ആളും, അവർ 2 പേരും ആ റിവെഞ്ച് കൊണ്ട് അനുഭവിക്കുന്നത്, അതെങ്ങനെ അവരെ ഡിസ്ട്രോയ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ റീഡേഴ്സിനെ തിങ്ക് ചെയ്യിക്കുകയാണ്, ക്വസ്റ്റ്യൻ ചെയ്യിക്കുകയാണ്, എന്താണ് യഥാർത്ഥത്തിൽ നീതി എന്ന് വെച്ചാൽ, എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം ശരിയാണ് തെറ്റാണ് എന്ന് തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ മോൺട്രസോർ എന്ത് ചെയ്യുന്നു, ഫോർട്ടുനാറ്റോൻ്റെ പ്രൈഡും എറഗൻസും ഉപയോഗിച്ചിട്ടാണ് അയാളെ ട്രിക്ക് ചെയ്യുന്നത്, മാനിപ്പുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരാളെ മറ്റൊരാൾ കൺട്രോൾ ചെയ്യുകയാണ്, ലൈക്ക് ബൈ പ്ലേയിങ് ഓൺ ദെയർ വീക്ക്നെസ്, അവരുടെ വീക്ക് പോയിന്റിൽ പിടിച്ചിട്ടാണ് അവരെ കൺട്രോൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവിടെ പവറിലുള്ള ഇംബാലൻസസ് കാണിക്കുന്നുണ്ട് അല്ലേ, ലൈക്ക് എങ്ങനെയാണ് എങ്ങനെയാണ് ഒരു സ്മാർട്ടറായിട്ട് കണ്ണിങ് ആയിട്ടുള്ള ഒരാൾ മറ്റൊരാളെ ഡോമിനേറ്റ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ കാണിച്ചു തരികയാണ്. ഇവിടെ നമുക്ക് കുറേ സിംബോളിസം കാണാം അല്ലേ. അതിൽ ചിലതാണ് ദ കാറ്റക്കോംസ്, ദ കാസ്ക് ഓഫ് അമോണ്ടിയാഡോ, ദ കാർണിവൽ, ദ മോൺട്രസർ കോട്ട് ഓഫ് ആംസ്, ദ ട്രോവൽ ആൻഡ് ദ മാസോണറി. ഇതൊക്കെയാണ് അതിൻ്റെ ചില സിംബോളിസംസ്. അപ്പോൾ ഈ സിമ്പിൾ എന്തിൻ്റെയൊക്കെയാണ് സിംബലൈസ് ചെയ്യുന്നത് എന്നുള്ളതും കൂടെ ഇനി പറയാം. ആദ്യം കാറ്റക്കോംസ് ആണ്. കാറ്റക്കോംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അണ്ടർഗ്രൗണ്ടിലുള്ള ബറിയൽ ടണൽസിനെയാണ് കാറ്റക്കോംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മോൺട്രസറിൻ്റെ വീടിൻ്റെ താഴെയാണ് ഈ ബറിയൽ ടണൽസ് ഉള്ളത്. ഇത് വളരെ ഡീപ്പായിട്ടുള്ള ഹിഡൻ പാർട്സ് ഓഫ് ഹ്യൂമൻ മൈൻഡിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് എസ്പെഷ്യലി എവിൽ അല്ലെങ്കിൽ സീക്രട്ട് ആയിട്ടുള്ള മനുഷ്യൻ്റെ ചിന്തകളെ, അത് നമ്മൾ പുറത്ത് ആരുടെ അടുത്തും കാണിക്കാത്ത അത്തരം ചിന്തകളെയാണ് ഇവിടെ കാറ്റക്കോംസ് കൊണ്ട് സിംബലൈസ് ചെയ്യുന്നത്. അവിടെ ഡാർക്ക്നെസ്, കോൾഡ്നെസ്, അതേപോലെ തന്നെ ഡീക്കേ ചെയ്യുന്ന സാധനങ്ങളുടെ സ്മെല്ല്, വളരെ ഒരു ക്രീപ്പി ഫീലിങ്ങും നമ്മളെ മരണത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ മോൺട്രസർ ഫോർട്ടുനാറ്റോനെ കൂടുതൽ താഴേക്ക് ഡീപ്പറായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് നമുക്കറിയാം ഹൗ ഫോർ ഹി ഹാസ് ഗോൺ ഇൻ ഹിസ് ഡാർക്ക് പ്ലാൻ ഫോർ റിവെഞ്ച് എന്നുള്ളത്. അതായത് എത്രത്തോളം അറ്റത്തേക്കാണ് അദ്ദേഹത്തിൻ്റെ റിവെഞ്ചിന് വേണ്ടി പോകുന്നത് എന്നുള്ള കാര്യം, ലൈക്ക് എത്രത്തോളം ഒരു എക്സ്ട്രീം ഡേഞ്ചറിലേക്കാണ് കാര്യങ്ങളെ കൊണ്ടുപോകുന്നത് റിവെഞ്ചിന് വേണ്ടിയിട്ട് എന്നുള്ളത്. അതുപോലെ തന്നെ കാറ്റക്കോംസ് എന്ന് പറയുന്നത് ഡെത്ത്, ഹിഡൻ ഹേറ്റ്രഡ്,
ഡാർക്ക് സൈഡ് ഓഫ് ഹ്യൂമൻ നേച്ചർ എന്നീ കാര്യങ്ങളെ സിംബലൈസ് ചെയ്യുന്നു. ഇനി അടുത്തത് കാസ്ക് ഓഫ് അമോണ്ടിയാഡോ ആണ് അടുത്തൊരു സിംബോളിസം. ഇത് കാസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബാരൽ ഓഫ് വൈൻ. ആ വൈൻ നിറച്ച് വെച്ച ആ വലിയൊരു പാത്രത്തിലെ ആ ഒരു ബാരലിനെയാണ് നമ്മൾ കാസ്ക് എന്ന് പറയുന്നത്. ഈ ഒരു സ്റ്റോറിയിൽ വൈൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോർച്യുനാറ്റോനെ പെടുത്താനുള്ള ഒരു ട്രാപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഫോർച്യുനാറ്റോൻ്റെ ഡൗൺഫോളിനെ സൂചിപ്പിക്കുന്നതാണ് കാസ്ക് എന്ന് പറയുന്നത്, കാസ്ക് ഓഫ് അമോണ്ടിയാഡോ. കാരണം ഇദ്ദേഹത്തിന് ഈ വളരെ റെയർ ആയിട്ടുള്ള ഈ ഒരു വൈൻ രുചിക്കണം എന്നുള്ള ഒരു ഡിസയറാണ് ഇദ്ദേഹത്തെ ഈ ഡേഞ്ചറിലേക്ക് എത്തിച്ചത്. അതുപോലെ തന്നെ നമ്മളുടെ ബോൺഡ്രിസോറിൻ്റെ ക്ലെവർ ട്രിക്കിനെയും ഇവിടെ കാണിക്കുന്നു. അതായത് അദ്ദേഹത്തിൻ്റെ ഈ പ്ലാൻ, ഈ റിവെഞ്ചിൻ്റെ പ്ലാൻ ക്യാരി ഔട്ട് ചെയ്യാനായിട്ട് സംതിങ് ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം വേണം. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ ഫോർട്ടുനാറ്റോനെ ടെംപ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് കാസ്ക് ഓഫ് അമോണ്ടിയാഡോ. അപ്പോൾ കാസ്ക് എന്ത് ചെയ്യുന്നു? ടെംപ്റ്റേഷൻ്റെയും ഡിസെപ്ഷൻ്റെയും ഡെത്തിൻ്റെയും സിമ്പിളായിട്ട് മാറുന്നു. അടുത്തത് ദ കാർണിവൽ. ഇവിടെ കാർണിവൽ നേരത്തെ പറഞ്ഞാലേ ഫണ്ണ്, കോസ്റ്റ്യൂംസ്, പാർട്ടി ഇതെല്ലാം നിറഞ്ഞ ഒരു ഹാപ്പി സെലിബ്രേഷൻ മൂഡിലുള്ള ഫെസ്റ്റിവലാണ് കാർണിവൽ. ഫെസ്റ്റിവലാണ് ഈ കാർണിവൽ എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു ജോയ്ഫുൾ സീൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ മനുഷ്യൻ്റെ പുറത്തേക്ക് കാണിക്കുന്ന മുഖത്തെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ജോയ്ഫുൾ സീനിൻ്റെ പിന്നിൽ ഒരു ഡാർക്ക് പ്ലാൻ ഉണ്ട് മോൺട്രിസോർ ഉണ്ടാക്കുന്നത്. അത് എക്സ്ട്രീംലി ഓപ്പോസിറ്റ് ഓഫ് സെലിബ്രേഷനാണ്. സെലിബ്രേഷൻ മീൻസ് ഒരു ജോയ്ഫുൾ മൂഡാണ്. ഇയാളുടേത് അതിലും എത്രയോ ഡാർക്കായിട്ട് കംപ്ലീറ്റ്ലി കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചിന്തയാണ് നമ്മുടെ മോൺട്രിസോറിൻ്റെ മനസ്സിലുള്ളത്. അപ്പം ആളുകൾ എന്ത് ചെയ്യുന്നു? കാർണിവലിന് മാസ്ക് ധരിക്കുന്നു. ജസ്റ്റ് ലൈക്ക് മോൺട്രിസോർ ഹൈഡ്സ് ഹിസ് ഫേസ് ഓഫ് റിവെഞ്ച്. അദ്ദേഹത്തിൻ്റെ ആ റിവെഞ്ചിൻ്റെ ഫേസ് മറയ്ക്കുന്ന പോലെ ആളുകൾ എന്ത് ചെയ്യുന്നു? മാസ്ക് ഇട്ടിട്ടാണ് കാർണിവലിൽ ആഘോഷിക്കുന്നത്. ഇവിടെ ആക്ച്വലി മോൺട്രിസോർ എന്ത് ചെയ്യുക? അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫ്രണ്ട്ലിനെസ്സിൻ്റെയും ഒക്കെ പുറകിലുള്ള ആ ഒരു റിയൽ ഫീലിംഗ് കാണിക്കുകയാണ്. അപ്പോൾ കാർണിവൽ ഇവിടെ എന്താ? ഡിസെപ്ഷൻ, ഫാൾസ് അപ്പിയറൻസ്, കോൺട്രാസ്റ്റ് ബിറ്റ്വീൻ ലൈറ്റ് ആൻഡ് ഡാർക്ക് ഇൻ ഹ്യൂമൻ നേച്ചർ, ഈ കാര്യങ്ങളാണ് കാണിക്കുന്നത്. അടുത്തത് ദ മോൺട്രിസർ കോട്ട് ഓഫ് ആംസ് ആണ്. ഇവിടെ മോൺട്രിസർ ഫാമിലിക്ക് തന്നെ ഒരു മോട്ടോ ഉണ്ട്, നെമു മേ ഇംപ്യൂനെ ലാസസിറ്റ് എന്ന് പറയുന്നത്. അതിനർത്ഥം നോ വൺ പ്രൊവോക്സ് മീ വിത്തൗട്ട് പണിഷ്മെൻറ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെ ഈ ഫാമിലി എന്താ പറയുക, അത്രയും സ്ട്രോങ് ആയിട്ട് റിവെഞ്ചിലേക്ക് അല്ലെങ്കിൽ റിവെഞ്ചിൽ ബിലീവ് ചെയ്യുന്നുണ്ട്. അവരുടെ ഹോണറിനെ ആരാണോ, അതായത് ആൻഡ് ഡിഫെൻഡിങ് ദെയർ ഹോണർ, അതായത് അവരുടെ ഓണറിന് വേണ്ടി ഡിഫെൻഡ് ചെയ്യുക, അവരുടെ ഓണറിനെ എന്തെങ്കിലും കോട്ടം വരുത്തിയാൽ അവർക്കെതിരെ റിവെഞ്ച് ചെയ്യുക എന്നുള്ളൊരു വിശ്വാസത്തിൽ, എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫിൽ മുന്നോട്ട് പോകുന്ന ആളുകളായിരുന്നു മോൺട്രിസർ ഫാമിലിയിലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് മോൺട്രിസർ ഫോർച്യുനാറ്റോനെ പണിഷ് ചെയ്തത് എന്നുള്ളത്. അത് അയാളുടെ ഒരു ഫാമിലി ഡ്യൂട്ടി ആയിട്ടാണ് അദ്ദേഹം കരുതുന്നത്. പിന്നെ ദ കോട്ട് ഓഫ് ആംസ് റെപ്രസെൻറ്റ്സ് ഫാമിലി പ്രൈഡ്. കോട്ട് ഓഫ് ആംസ് എന്ന് പറയുന്നത് ഫാമിലി പ്രൈഡിനെ സൂചിപ്പിക്കുന്നു, അതുപോലെ ട്രഡീഷനെ സൂചിപ്പിക്കുന്നു. പിന്നെ ദ ഡീപ്പ് റൂട്ടഡ് ഡിസയർ ഫോർ വെഞ്ചൻസ്, അയാളുടെ ഉള്ളിൽ കാലങ്ങളായി നിൽക്കുന്ന ആ ഒരു വെഞ്ചൻസ്, ആ ഒരു പക, അതിനെയും കൂടെ കാണിക്കുന്നു. അടുത്തത് ദ ട്രോവൽ ആൻഡ് മാസൺറി. ഇവിടെ ട്രോവൽ എന്ന് പറയുന്നത് ഒരു ടൂളാണ്. ആ ടൂൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? നമ്മളിങ്ങനെ ബ്രിക്സും സ്റ്റോൺസും ഒക്കെ അടുക്കി പെറുക്കി വെക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ട്രോവൽ എന്ന് പറയുന്നത്. മോൺട്രിസർ എന്ത് ചെയ്യുന്നു? ഫോർച്യുനാറ്റോയ്ക്ക് ആ ട്രോവൽ കാണിച്ചു കൊടുക്കുന്നു. പ്രിറ്റൻഡിങ് ഇറ്റ്സ് എ ജോക്ക് ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഹി ഹിൻറ്റ് അറ്റ് ഹിസ് പ്ലാൻ. അതായത് ഇത് കാണുമ്പോൾ ഫോർച്യുനാറ്റോയ്ക്ക് ഒരു തമാശ പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഇയാൾ അങ്ങനെ പ്രിറ്റൻഡ് ചെയ്യുന്നു, എന്നാൽ ഇത് ആക്ച്വലി എന്താ? ഇയാളുടെ ഒരു പ്ലാനിനെ കുറിച്ച് സൂചിപ്പിക്കുന്ന ഹിൻറ്റാണ്. അതിനുശേഷം മോൺട്രിസോർ എന്ത് ചെയ്യുന്നു? അതുപയോഗിച്ച് ഒരു വോള് പണിയുന്നു, എന്നിട്ട് അതിൽ ഫോർച്യുനാറ്റോനെ ട്രാപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ ട്രോവലും മാസൺറി ഇതെല്ലാം സിംബലൈസ് ചെയ്യുന്നത് നമ്മുടെ മോൺട്രിസോറിൻ്റെ വളരെ കെയർഫുൾ ആയിട്ടുള്ള ആ പ്ലാനിങ്ങിനെയാണ്, അതുപോലെ തന്നെ ഫിസിക്കൽ ആക്ട് ഓഫ് റിവെഞ്ചിനെയും. അതുപോലെ ഇവിടെ എന്തും കൂടെ ഷോ ചെയ്യുന്നുണ്ട്, ഹി ബറീസ് ഫോർച്യുനാറ്റോ അലൈവ്, ജീവനോടെ അയാളെ കുഴിച്ചു മൂടുകയാണ്. ബോത്ത് ഇൻ ബോഡി ആൻഡ് ഇൻ സ്പിരിറ്റ്, ശരീരവും ആത്മാവും എല്ലാം ജീവനോടെയാണ് കുഴിച്ചിടുന്നത്. പിന്നെ നമുക്ക് കാണാം ഈ സ്റ്റോറിയുടെ ഐറണി. ഫോർച്യുനാറ്റോ എന്ന് പറയുന്ന പേരിൻ്റെ അർത്ഥം തന്നെ ഫോർച്യുനേറ്റ് എന്നാണ് ഇറ്റാലിയനിൽ. അതിൻ്റെ അർത്ഥം ഫോർച്യുനേറ്റ് എന്ന് പറയുന്നത് ലക്കി എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ അത് കോൺട്രാസ്റ്റ് ആവുകയാണ്, ഐറണിക്കൽ ആവുക. ഇയാളുടെ ഫേറ്റ് എന്താ? ട്രാജിക്കാണ്, ലക്കി അല്ലാതെ പോവുകയാണ് എന്നുള്ളതാണ്. ഹി തിങ്സ് ഹി ഈസ് ബീങ് റിവാർഡഡ് വിത്ത് റെയർ വൈൻ. അദ്ദേഹം അങ്ങനെയാണ് ചിന്തിക്കുന്നത്, എനിക്കൊരു റെയർ വൈൻ, അമോണ്ടിയാഡോ എന്ന് പറയുന്ന റെയർ വൈൻ കിട്ടാൻ പോവുകയെന്ന് വിചാരിക്കുന്നത്. പക്ഷേ ആക്ച്വലി അതാണ് ഇദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്നത്. അതയാൾ അറിയുന്നില്ല. അതുപോലെ തന്നെ വൈൻ നോളേജിൽ എനിക്ക് നല്ല അറിവുണ്ട് എന്ന് പറയുന്ന ആ ഒരു അഹങ്കാരമാണ് അദ്ദേഹത്തെ ഈ മോൺട്രിസോറിൻ്റെ ട്രാപ്പിലേക്ക് വലിച്ചഴച്ചത്. അതുപോലെ തന്നെ ഇവിടെ വേറൊരു ഐറണി കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഓവർ കോൺഫിഡൻസ് നമ്മളെ എന്തിലേക്ക് എത്തിക്കുന്നു?
നമ്മളെ ഡേഞ്ചറിലേക്ക് എത്തിക്കുന്നു. നമ്മുടെ മുന്നിലുള്ള ഡേഞ്ചർ നമുക്ക് കാണാൻ പറ്റാതെയാവുന്നു നമുക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ടാകുമ്പോൾ. അത് തന്നെ നമ്മളുടെ ഡൗൺഫോളിനും കാരണമാവുന്നു എന്ന് കാണിച്ചിരുന്നു. അതുപോലെ തന്നെ ഈ ഐറണിയൊക്കെ നമ്മുടെ ഈ സ്റ്റോറീനെ കൂടുതൽ ഡാർക്ക്ലി ഹ്യൂമറസ് ആയിട്ടും ഇമോഷണലി പവർഫുൾ ആക്കിയിട്ടും മാറ്റുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ ഇത്രയും മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്.